2007 ഡിസംബർ 31 മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്ര എന്ന പ്രദേശത്തെ മാത്രമല്ല കേരളക്കരയെ തന്നെ ഞെട്ടിച്ച ബാങ്ക് റോബറി നടന്ന ദിവസം. DGP മുതൽ IG വരെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. ബാങ്കിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും തിരക്കേറിയ കണക്കുകൂട്ടലിലാണ്. ബാങ്കിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട രൂപയുടെ മൂല്യമാണ് അവർ കണക്കാക്കുന്നത്. 2 ദിവസം മുന്നേ നടന്ന ഓഡിറ്റിംഗ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാക്കി. ഏതാണ്ട് 80 കിലോ സ്വർണവും 24 ലക്ഷം രൂപയും, അതായത് ഏകദേശം 8.25 കോടി രൂപ. ഉടൻ തന്നെ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. ബാങ്കിന്റെ താഴത്തെ നിലയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു. അതിലെ കോൺക്രീറ്റ് തുരന്നാണ് അവർ സ്റ്റോക്ക് റൂമിലേക്ക് കയറിയിരിക്കുന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തികച്ചും വിദഗ്ധമായ രീതിയിൽ ലോക്കറും കട്ട് ചെയ്തിരിക്കുന്നു. അതിനിടയിലാണ് അത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മോഷ്ടാക്കളുടെ അശ്രദ്ധ മൂലം ലഭിച്ച തെളിവല്ല, മനപൂർവ്വം പോലീസുകാർക്ക് വേണ്ടി എഴുതിയ ഒരു സന്ദേശം. ജയ് മാവോയിസ്റ്റ്. ആ കാലഘട്ടത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിരവധി മാവോയിസ്റ്റ് ബാങ്ക് മോഷണങ്ങൾ നടന്നിരുന്നു. പക്ഷേ കേരളത്തിൽ അത്തരത്തിലൊന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അന്വേഷണം ശക്തമാക്കി കെട്ടിട ഉടമയെ, താഴത്തെ ഹോട്ടൽ നടത്തുന്ന ആളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. സർ, ഞാൻ ഹോട്ടൽ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ കുറച്ചു കാലമായി നഷ്ടത്തിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഹോട്ടൽ എനിക്ക് ബാധ്യതയായി തുടങ്ങിയപ്പോൾ, മറ്റൊരു വഴിയും ഇല്ലാതായപ്പോൾ ഹോട്ടൽ ഞാൻ തൃശൂർ സ്വദേശിയായ ബാബു എന്നയാൾക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി എന്റെ ഹോട്ടൽ നടത്താൻ ഏൽപ്പിച്ചിട്ട് 2 മാസമാവുന്നു. ഈ വരുന്ന ന്യൂ ഇയറിന് ഹോട്ടൽ ഓപ്പൺ ചെയ്യാനായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അതിനുവേണ്ടി എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ പുറം ഗ്ലാസിലൊക്കെ അവർ പേപ്പർ ഒട്ടിച്ചിരുന്നു. അങ്ങനെ അന്വേഷണം ബാബുവിനെതിരഞ്ഞായി. ഇവർ രണ്ടുപേരും മാത്രമേ ബാബുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അവർ തന്നെ വിരലിലെണ്ണാവുന്ന തവണ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അധികവും ഫോൺ മുഖേനയായിരുന്നു സംഭാഷണം. താമസിയാതെ തന്നെ ബാബുവിനെ രേഖാചിത്രം തയ്യാറാക്കി അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. കേരളത്തിലെ പല ഇടങ്ങളിൽ നിന്നും നിരവധി ഫോൺ കോളുകൾ വന്നെങ്കിലും ഒരു കോളിലും അടിസ്ഥാനമുണ്ടായിരുന്നില്ല. കേരളത്തിലെ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഇടയിലും ബാബു വേണ്ടിയുള്ള അന്വേഷണം ശക്തമായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. പോലീസിന്റെ മേലുള്ള സമ്മർദ്ദം കൂടി വന്നു. ആയിടക്കാണ് ഹൈദരാബാദിൽ നിന്നും പോലീസിന് ഒരു കോൾ വരുന്നത്. മോഷ്ടാക്കൾ ഹൈദരാബാദിൽ ഒരു ഹോട്ടലിൽ ഉണ്ടെന്നായിരുന്നു സന്ദേശം. ഉടൻ തന്നെ പോലീസിലെ ഒരു ടീം അവിടേക്ക് തിരിച്ചു. അവിടെ എത്തിയ പോലീസുകാർ ഹോട്ടൽ റൂമിന്റെ സ്പെയർ കീ വാങ്ങി റൂം തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഏകദേശം 1 കിലോയോളം വരുന്ന സ്വർണം അവിടെയുണ്ടായിരുന്നു. അതിനടുത്തായി ഒരു പേപ്പറും അതിൽ അവർ വീതം വെച്ച് പണത്തിന് വിവരങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ന്യൂസ് പേപ്പറും കൂടെ അവിടെ നിന്നും കണ്ടെത്താനായി. ന്യൂസ് പേപ്പറിലെ ഭാഷ തെലുങ്കാണ്. കൊള്ളക്കാർ മാവോയിസ്റ്റുകളാവാനുള്ള സാധ്യത കൂടുതലാകുന്നതായിരുന്നു ആ തെളിവ്. ഇനി അവർ തിരികെ റൂമിൽ എത്തുന്നതുവരെ കാത്തിരിക്കാൻ പോലീസുകാർ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസവും കഴിഞ്ഞു. ഇനിയും കൊള്ളക്കാരെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നു പോലീസുകാർ മനസ്സിലാക്കി. പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ ആ ചോദ്യം ചോദിച്ചത്. നമുക്ക് ആരാണ് ഈ ഇൻഫർമേഷൻ നൽകിയത്? ഡബിൾ കോട്ട്. ഉടൻ തന്നെ ആ നമ്പറിനെ പറ്റിയുള്ള വിവരങ്ങൾ എടുത്തു. അപ്പോൾ സ്വിച്ച് ഓഫ് ആയ ആ നമ്പർ ഒരു വ്യാജ പ്രൊഫൈൽ വഴി എടുത്തിരിക്കുന്നതാണ്. കൊള്ളക്കാരുടെ പ്ലാൻ ആയിരുന്നു അതെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങളെ മണ്ടന്മാർ ആക്കിയ കൊള്ളക്കാരെ ഏതുവിധേനയും പിടികൂടണമെന്ന് പോലീസുകാർ ഉറപ്പിച്ചു. തിരികെ നാട്ടിലെത്തിയ പോലീസുകാർ ബാബുവിനു വേണ്ടിയുള്ള അന്വേഷണം തുടർന്നു. ബാബുവിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ 2 പേർക്കു മാത്രമേ കോൾ പോയിട്ടുള്ളൂ. ഒന്നാമതായി ഹോട്ടൽ ഉടമയ്ക്കും, രണ്ടാമത് കെട്ടിടം ഉടമയ്ക്കും. മറ്റാരും തന്നെ ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ടില്ല. ഉടൻ തന്നെ അവരോട് അന്വേഷിച്ചു. നിങ്ങൾ ബാബുവുമായി സംസാരിക്കുമ്പോൾ ബാബുവിന് മറ്റാരുടെയെങ്കിലും ഫോൺ വന്നിരുന്നോ? ബാബുവിന് മറ്റൊരു ഫോൺ കൂടി ഉണ്ടായിരുന്നോ? അങ്ങനെ ബാബു ഫോണിൽ സംസാരിക്കുന്ന സ്ഥലത്തിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓണർമാർ മുഖേന ബാബു ഫോണിൽ സംസാരിച്ച സ്ഥലത്തെ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ തീരുമാനിച്ചു. കെട്ടിട ഉടമ ഒരു ദിവസവും സമയവും ഓർത്തെടുത്ത് പറഞ്ഞു. അന്ന് ഞങ്ങൾ വേങ്ങരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ബാബു മുഴുവൻ സമയം ഒരു ഫോൺ കോളിലായിരുന്നു. ഇനി കണ്ടെത്തേണ്ടത് ആ ഏകദേശ സമയത്ത് ആ ഏരിയയിൽ വന്ന ഫോൺ കാൾസിന്റെ ഡീറ്റെയിൽസ് ആണ്. ആ ജോലി അത്ര എളുപ്പമായിരുന്നില്ല. ഏകദേശം 10ഓളം സർവീസ് പ്രൊവൈഡറിൽ നിന്നും 20 ലക്ഷത്തോളം വരുന്ന ഫോൺ നമ്പറുകളാണ് ആ സമയത്ത് ആക്റ്റീവ് ആയിരുന്നത്. അതിൽ നിന്നും ബാബുവിനെ കോൾ കണ്ടെത്തുക എന്നത് ദിവസങ്ങളെടുക്കുന്ന പ്രോസസ് ആയിരുന്നു. പലതവണ പരിശോധിച്ച ശേഷം ബാബുവിൻ്റെത് എന്ന നിഗമനത്തിൽ ഒരു നമ്പർ കണ്ടെത്തി. 2 പേർക്കാണ് പ്രധാനമായും ആ നമ്പറിൽ നിന്നും കോൾ പോയിട്ടുള്ളത്. ഒന്ന് ഒരു പോലീസുകാരൻ, രണ്ടാമത്തേത് ഒരു ഡോക്ടർ. പോലീസ് 2 പേരെയും ഫോണിൽ വിളിച്ചു സംസാരിച്ചു. ഇത് ജോസഫിന്റെ നമ്പറാണ്, അയാൾ എന്റെ നെയ്ബറാണ്. പോലീസുകാരൻ മറുപടി നൽകി. ഡോക്ടറെ വിളിച്ചു. ഇത് ജോസഫിന്റെ നമ്പറാണ്, അയാളുടെ ഭാര്യ ഗർഭിണിയാണ്, എന്റെ പേഷ്യന്റ് ആണ്, ഇടയ്ക്ക് കാണാൻ വരാറുണ്ട്. അങ്ങനെ പോലീസുകാരുടെ ലിസ്റ്റിലെ ബാബു യഥാർത്ഥത്തിൽ ജോസഫ് ആണ്. ഡോക്ടറിൽ നിന്നും ലഭിച്ച വിവരത്തെ അടിസ്ഥാനമാക്കി ജോസഫ് വരാറുള്ള സമയത്ത് ആശുപത്രിയിൽ പോലീസുകാർ വളഞ്ഞു. ആശുപത്രിയിൽ നഴ്സ് മുതൽ രോഗി വരെ പോലീസുകാർ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞ സമയത്ത് തന്നെ ജോസഫ് എത്തി. യാതൊരു ബാലപ്രയോഗവും കൂടാതെ തന്നെ ജോസഫിനെ പിടികൂടി.
ധൂം എന്ന സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ മോഷണം. രണ്ടാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ബാങ്കിനായി കേരളം മുഴുവൻ തിരഞ്ഞു നടന്നു. ഒടുവിലാണ് ചേലേമ്പ്രയിലെ ബാങ്ക് കണ്ടെത്തിയത്. സംഘത്തിലെ ബാക്കിയുള്ളവരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കൈവിട്ടുപോയി എന്ന് കരുതിയ ഒരു കേസ് പോലീസ് പുഷ്പം പോലെ തെളിയിച്ചു. കേരള പോലീസിന്റെ കഴിവ് വളരെ പ്രശംസനീയമാണ്.